ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഷൈനി മാത്യുവിനെ മേയറായി പരിഗണിക്കുന്നതായുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. സാമുദായിക പരിഗണന കൂടി കണക്കിലെടുത്ത് ഇവർ മേയറാവാൻ പോകുന്നുവെന്നാണ് സംസാരം. സൗമിനി ജെയിൻ, ഗ്രേസി ജോസഫ്, ഗ്രേസ് ബാബു ജേക്കബ്, അഡ്വക്കേറ്റ് മിനിമോൾ എന്നിവരുടെ പേരുകളായിരുന്നു ഇതുവരെ കേട്ടിരുന്നത്. ഷൈനി മാത്യുവിന്റെ പേര് അക്കൂട്ടത്തിലേക്ക് ഉയർന്നു വന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ്. ആദ്യമേ തന്നെ ഇതിൽ നിൽക്കുമ്പോൾ തന്നെ അവർ ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പൊതുരംഗത്ത് മുൻപരിചയം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളെ മേയറാക്കാനുള്ള അണിയറ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധമുണ്ട്. ഷൈനിയുടേത് പേയ്മെന്റ് സീറ്റാണെന്ന ആക്ഷേപവുമുണ്ട്. KPCC കൊടുത്ത ഗൈഡ് ലൈൻസിൽ അവർ പെടുകയില്ല. മാത്രവുമല്ല, അവരുടെ സ്ഥാനാർത്ഥിത്വ സംബന്ധമായൊക്കെ വെളിവായും ഒളിവായും ഒക്കെ ധാരാളം പരാതികളും ഊഹാപോഹങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ തന്നെയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്ന സ്വതന്ത്രയായി മത്സരിച്ച സ്ഥാനാർത്ഥിയും വളരെ പേരും ചേർന്ന് KPCC പ്രസിഡന്റിനെ എന്തൊക്കെയോ പരാതികൾ നൽകിയിട്ടുണ്ട്. പുതുമുഖത്തെ മേയറാക്കാനുള്ള നീക്കത്തിന് സമുദായ നേതൃത്വമടക്കം പ്രമുഖരുടെ പിന്തുണയുണ്ടെന്നാണ് സംസാരം. സന്ധ്യ, മീഡിയ 1, കൊച്ചി.